ഹായ്, എല്ലാവർക്കും അമ്മ സീക്രട്ട് റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വീട്ടിൽ തന്നെ എങ്ങനെയൊരു സമോസ തയ്യാറാക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിനായി ഉരുളൻകിഴങ്ങ് 5 എണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി 2 കപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, ജീരകം 1/4 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും എണ്ണയും. ആദ്യം നമുക്ക് സമോസ ഷീറ്റ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് ഈ ഗോതമ്പ് പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നല്ല സോഫ്റ്റ് പരുവായിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം. സമോസയിലേക്ക് വേണ്ടുന്ന മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഈ ജീരകം ഇവിടെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന 5 ഉരുളൻകിഴങ്ങ് അത് തൊലി കളഞ്ഞ് ഞാൻ കൈകൊണ്ട് നല്ലതായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഷീറ്റ് റെഡിയാക്കി എടുക്കാം. നമുക്കിത് നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പില് ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത ഭാഗവും കൂടി ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കോൺ ഷേപ്പ് ആക്കിയാണ് എടുക്കേണ്ടത്. അതിന് ഈ സൈഡ് ഒന്ന് ഒട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു അല്പം വെള്ളം തേച്ച് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലൊന്നും കയറാതിരിക്കണം. അതുകൊണ്ട് ഇത് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഈ സൈഡിൽ കൂടി അല്പം വെള്ളം തേച്ച് കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കണം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സമോസ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി നമ്മൾ ഈ സമോസ ഇട്ട് കൊടുത്ത ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. അല്ലെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ തീ പിന്നെ കൂട്ടിയിടല്ല.
അങ്ങനെ ഇത് നമുക്ക് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനകത്തെ മസാലയൊക്കെ വെന്തതായതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അങ്ങനെ വീറ്റ് ഫ്ലോർ വെച്ചുള്ള സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്.